ശബരിമല നട തുറന്നു. വിഷുക്കണി ദർശനം 14-ന്. മേടമാസ പൂജകൾക്കും വിഷുക്കണി ദർശനത്തിനുമായി ശബരിമല നട തുറന്നു. തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി PN മഹേഷാണ് നട തുറന്നത്. തീർത്ഥാടകർക്ക് 8 ദിവസം ദർശനം നടത്താനാകും. ഇന്നു മുതൽ 18 വരെ ദിവസവും നെയ്യഭിഷേകവും പൂജയും ഉണ്ടാകും. വിഷുക്കണി ദർശനം 14-ന് പുലർച്ചെ 3 മണി മുതൽ 7 മണി വരെയാണ്. തന്ത്രിയും മേൽശാന്തിയും ഭക്തർക്ക് വിഷുക്കൈനീട്ടം നൽകും. 18-ന് രാത്രി 10-ന് പൂജകൾ പൂർത്തിയാക്കി ക്ഷേത്രനട അടയ്ക്കും. തൃപ്പൂണിത്തറയിൽ കെ ബാബുവിന്റെ MLA സ്ഥാനം നഷ്ടമാകുമോ? ഹർജിയിൽ വിധി ഇന്ന്. തൃപ്പൂണിത്തറ നിയമസഭാ തെരഞ്ഞെടുപ്പ് കേസിൽ ഹൈക്കോടതി വിധി ഇന്ന്. MLA കെ ബാബുവിനെതിരെ CPM സ്ഥാനാർത്ഥിയായിരുന്ന M സ്വരാജ് നൽകിയ ഹർജിയിലാണ് കോടതി ഇന്ന് വിധി പറയുക. തിരഞ്ഞെടുപ്പ് സമയത്ത് വീടുകളിൽ വിതരണം ചെയ്ത സ്ലിപ്പിൽ സ്ഥാനാർത്ഥിയുടെ ഫോട്ടോയ്ക്കൊപ്പം അയ്യപ്പന്റെ ഫോട്ടോയും വെച്ചെന്നാണ് പ്രധാന ആരോപണം. കെ ബാബു തോറ്റാൽ അയ്യപ്പൻ തോൽക്കുന്നതിന് തുല്യമാണെന്ന് കാണിച്ച് മണ്ഡലത്തിൽ പ്രചാരണം നടത്തിയെന്നും സ്വരാജ് കോടതിയിൽ വ്യക്തമാക്കി. മതത്തെ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പിൽ വോട്ട് പിടിച്ചത് ജനപ്രാതിനിധ്യ നിയമത്തിന് വിരുദ്ധമാണ് എന്നാണ് LDF സ്ഥാനാർത്ഥി M സ്വരാജിന്റെ പ്രധാന വാദം. ചെർപ്പുളശ്ശേരിയിൽ രോഗിയുമായി പോയ ആംബുലൻസും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ഒരു മരണം. രോഗിയുമായി പോവുകയായിരുന്ന ആംബുലൻസും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. ചെർപ്പുളശ്ശേരി ഒറ്റപ്പാലം റോഡിൽ വരോടാണ് അപകടം നടന്നത്. ഓട്ടോ ഡ്രൈവറായ വരോട് കുണ്ടൻപറമ്പിൽ വീട്ടിൽ സന്തോഷാണ് മരിച്ചത്. 37 വയസ്സായിരുന്നു. നെല്ലായ ഭാഗത്തു നിന്നും രോഗിയുമായി തൃശൂരിലേക്ക് പോവുകയായിരുന്ന ആംബുലൻസാണ് അപകടത്തിൽപ്പെട്ടത്. ചെർപ്പുളശ്ശേരി ഭാഗത്തു നിന്നും ഒറ്റപ്പാലം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ആംബുലൻസും എതിർദിശയിൽ വന്ന ഓട്ടോറിക്ഷയും കൂട്ടിയിടിക്കുകയായിരുന്നു. വീരമംഗലത്ത് ടവറിന് മുകളിൽ ജോലി ചെയ്യവേ അബോധാവസ്ഥയിലായിരുന്ന പറയളി തേനൂർ സ്വദേശിയെ ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകവെയാണ് അപകടം. അപകടത്തിൽ ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നു. സമീപത്തെ വൈദ്യുത പോസ്റ്റിലിടിച്ച് ആംബുലൻസും തകർന്നു. സന്തോഷിനെ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിട്ടുള്ള മൃതദേഹം വ്യാഴാഴ്ച പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് കൈമാറും. ഹമാസ് നേതാവിന്റെ മക്കളും പേരക്കുട്ടികളും വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഇസ്രയേൽ ആക്രമണത്തിൽ ഹമാസ് മേധാവി ഇസ്മയിൽ ഹനിയയുടെ മക്കളും പേരക്കുട്ടികളും കൊല്ലപ്പെട്ടു. 3 മക്കളും ചെറുമക്കളുമാണ് കൊല്ലപ്പെട്ടത്. ഗാസയിൽ പെരുന്നാൾ ആഘോഷത്തിൽ പങ്കെടുത്ത് മടങ്ങുന്നതിനിടെയാണ് ആക്രമണമുണ്ടായത്. ഖത്തറിൽ കഴിയുന്ന ഹനിയ മക്കളുടെയും ചെറുമക്കളുടെയും മരണം സ്ഥിരീകരിച്ചു. അദ്ദേഹത്തിന്റെ 4 മക്കളിൽ 3 പേരായ അമീർ, ഹസം, മുഹമ്മദ് എന്നിവരാണ് കൊല്ലപ്പെട്ടത്. പിന്നോട്ടെടുത്ത വാഹനം തലയിലൂടെ കയറിയിറങ്ങി. വഴിയരികിൽ കിടന്നയാൾക്ക് ദാരുണാന്ത്യം. കണ്ണങ്കരയിൽ വഴിയരികിൽ കിടന്നുറങ്ങിയ ഇതര സംസ്ഥാന തൊഴിലാളിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഇയാളുടെ തലയിലൂടെ വാഹനം കയറിയിറങ്ങിയ നിലയിലായിരുന്നു. ഇറച്ചിക്കോഴിയുമായി വന്ന ലോറി പിന്നോട്ടെടുത്തപ്പോൾ ഇദ്ദേഹത്തിന്റെ മുകളിലൂടെ കയറിയിറങ്ങിയെന്നാണ് സംശയിക്കുന്നത്. വാഹനം കണ്ടെത്താനായി പോലീസ് അന്വേഷണം തുടങ്ങി. മരിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. തൊഴിലാളി മദ്യലഹരിയിൽ വഴിയിൽ കിടന്ന് ഉറങ്ങിയതെന്നാണ് നിഗമനം.